ഹേയ് സൂക്ഷിച്ച്. Are you okay? Yeah, I'm fine. Anyway, thanks. Hey, no mention. ഇന്ന് തന്റെ ശിങ്കിടികളൊന്നും കൂടെ കണ്ടില്ലല്ലോ. അത് ഞങ്ങളൊരു സൗന്ദര്യ പിണക്കത്തില. ഓ, എന്നാ ഞാൻ കമ്പനി തരാം. എന്നാ പറ, താൻ ഹാപ്പിയാണോ? അത് കുറച്ച് കഴിഞ്ഞ് അവന്മാര് തന്നെ ഇങ്ങോട്ട് വന്നോളൂ. അതല്ല, താൻ തന്റെ ലൈഫ് കൊണ്ട് ഹാപ്പിയാണോ? എന്റെ ലൈഫിന് എന്താ പ്രശ്നം? ഏജ് അല്ല, സംസാരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ഹേ, അങ്ങനൊന്നുമില്ല. തനിക്കെന്നാ ഡിവോഴ്സ്? നോ. അല്ല, പെട്ടെന്ന് കേട്ടപ്പോ ഐ മീൻ കല്യാണം കഴിഞ്ഞ ഉടനെ എങ്ങനെയാ? അത് മാത്രല്ല, ഞാൻ ചോദിച്ചാൽ അയാൾ ഡിവോഴ്സ് തരും. അത് പോയിന്റാണ്. പക്ഷേ കാരണങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് ആരുടെയും പെർമിഷൻ വേണ്ടല്ലോ. ഞാൻ താൻ ഹാപ്പി അല്ലെന്ന് കണ്ടോണ്ട. അല്ലാതെ എനിക്ക് മനസ്സിലായി. തനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണേൽ എന്നോട് ചോദിക്കാം. ഇവൻ എവിടെ പോയി? അതാ വരുന്നു. അതാരാടാ കൂടെ? ഇതവനല്ലേ? എവൻ സീനിയറാണ്. കുറച്ചു നാളായി നമ്മുടെ റിച്ചാർഡിനെ ചുറ്റിപ്പറ്റിയാണ് നടത്തുന്നത്. എനിക്ക് അവനെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. എനിക്കത്ര ബോധിച്ചിട്ടില്ല. എന്നാ നിനക്ക് പറഞ്ഞൂടെ? പിന്നെ ഞാൻ പറഞ്ഞ അങ്ങ് കേൾക്കാം. അവൻ എന്റെ കുഞ്ഞമ്മയുടെ മോനാ. എന്നാ നീ റിച്ചാർഡിനോട് പറഞ്ഞാ പോരെ? അത് ഞാൻ അവനെ കൺട്രോൾ ചെയ്യണ പോലെ ആക്കൂലേ. ഫ്രണ്ടാണേലും അവന്റെ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ എങ്ങനെ ഇടപെടുക? അവൻ ആരോടെ മിണ്ടേണ്ടേന്ന് അവന്റെ ഇഷ്ടമല്ലേ. അത് പോയിന്റാണ്. പക്ഷേ കെട്ടിയവൻ ഇടപെട്ടാൽ കുഴപ്പമുണ്ടാവില്ലല്ലോ, അല്ലേ? എടാ ചുമ്മാ ഇരടാ വധൂരി. ഇതങ്ങനെ ഏജെ അറിയണം. പിന്നെ രണ്ടിനെയും വെച്ചേക്കൂല. നമ്മള് കഴിഞ്ഞാൽ പിന്നെ ഇവൻ ചിരിച്ചു മിണ്ടി കാണുന്നത് ഇവനോടാ. അതല്ലേ ഇവിടുത്തെ പ്രശ്നം. നീ അടങ്ങിയിരി ചക്ക, കുടുംബകാരം ഉണ്ടാക്കാനായിട്ട്. ഓ, റിച്ചാർഡ് ഒന്ന് നിന്നേ. നിനക്കെന്നോട് ഇപ്പോഴും ദേഷ്യാണോ? ഹേ ടീക്കോ, അങ്ങനൊന്നും ഇല്ലടാ. നീ ഏത് അർത്ഥത്തിലാ അത് പറഞ്ഞെന്ന് ഞാൻ പിന്നീട് ചിന്തിച്ചു. അത് മാത്രല്ല, നീ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചൊക്കെ ശരിയുള്ളതായി തോന്നി. റിച്ചാർഡ്, സോറിടാ. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. നീ സന്തോഷത്തോടെ ഇരിക്കാനാ ഞാനും ആഗ്രഹിക്കുന്നത്. ഐ നോ. നീ ഇപ്പോഴും റിവെഞ്ച് ചെയ്യാനുള്ള മൈൻഡിലാണോ? അത് റിച്ചി. അതാ വരുന്നു. ടീക്കോ, എന്നാ നാളെ കാണാം. എന്താടാ? നീ പറഞ്ഞത് ഒന്നുകൂടെ ആലോചിക്കുന്നത് നല്ലതാ. ഇത് റെന്റാണോ അതോ? ഹേയ്, ഞാൻ റിച്ച് ആണെന്ന് നിനക്ക് എന്നെ കണ്ടിട്ട് തോന്നുന്നില്ല? ഹേയ് സോറി, ഞാൻ കരുതി ഇതൊക്കെ സെറ്റപ്പ് മാത്രാണെന്ന്. തേങ്ങ. ഇവിടെ ആരാ കുക്ക് ചെയ്യുക? ഞാൻ തന്നെ. ഓ, അപ്പൊ പാചകമൊക്കെ വശമുണ്ടല്ലേ? പിന്നില്ലാണ്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞ ഞാൻ ഫ്രീയാ? അങ്ങനെ പറയല്ലേ. നിന്നെ ഫ്രീ ആക്കാൻ ഞാൻ വിട്ടിട്ട് വേണ്ടേ ജോയി? ഓ, പോയി കോൾ എടുക്കും. മാഷേ, ഞാൻ ഈ അപ്പാർട്ട്മെന്റ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ. Yeah, I will tell you the number now. 1AJL 7713. It will probably be after 10:30 tomorrow. Okay, see ya. അതെ, ഞാൻ ഒന്ന് ഇറങ്ങുക. അതെന്താ? ഇനി വൈകിയ വീട്ടിൽ പോക്കോ. ഞാൻ റിച്ചാർഡിന്റെ അടുത്താണെന്നാ പറഞ്ഞേക്കുന്നത്. എന്നാ ഞാൻ കൊണ്ടുവിടാം. ഏയ്, അത് വേണ്ട. തനിക്ക് തിരക്ക് കാണില്ലേ? തിരക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഐ ചൂസ് മൈ പ്രയോറിറ്റീസ്. ഓക്കെ, എന്നാ എന്നെ കൊണ്ടാക്ക്. Hold the container. We have got a tip. Sir, this shipment is already cleared. Open it. Sir, I said open it. Guns. This is illegal.
Seal the entire shipment. No one moves. What's the matter? Illegal weapon, sir. We have to seize this. Wait. ഇത് ആരുടെയാ? ഓ, AJ ലോജിസ്റ്റിക്സ്. അതെ സർ, ഇത് AJ സാറിന്റെയാ. അതുകൊണ്ട് അല്ല, സാറിന് അറിയാലോ ബാക്കി എന്താ ചെയ്യണ്ടേന്ന്. ഓ, അങ്ങനെയാണോ? മാറി നിൽക്കട ഇങ്ങോട്ട്. സർ, 1 minute. താൻ പറഞ്ഞ ഇൻഫോർമേഷൻ കറക്റ്റാ. വി ഫൗണ്ട് ഇറ്റ്. ഇറ്റ്സ് ഇല്ലീഗൽ വെപ്പൺസ്. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? പിടിച്ച സ്ഥിതിക്ക് അവൻ ഇനി ആ കണ്ടെയ്നറോ ഗുഡ്സോ തിരിച്ചിട്ടില്ല. സോ ഏജയ്ക്ക് 1 നഷ്ടം. സാറെന്താ പറയുന്നേ? അത് ഞാൻ ചെയ്തോളാം. മുതലാളി വലിയ കൊമ്പത്തെ ആയോണ്ട് വിളിച്ചാലേ വരും. വന്ന് ദർശനം കാണിക്കാൻ പറ. ഒന്നും ബുദ്ധിമുട്ടിച്ച് വിടന്നേ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആയി സാർ, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. ഡോ, തന്റെയൊക്കെ മുതലാളി വരട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം. Sir, shouldn't we follow the procedure? Why are we waiting for him? Just do what I said. No more questions. Sorry, sir. ഇതുകൊണ്ട് ആർലോയെ ജയിലിലാക്കാൻ പറ്റുമോ? എടാ, അങ്ങനെ ആർലോനെ ഇടാൻ പറ്റിയ ജയിലൊന്നും ഈ ബെൽജിയത്തിലില്ല. പിന്നെ ഇത് വലിയ തിരക്കുള്ള ആളല്ലേ, കുറച്ച് കയറി ഇറങ്ങി നടക്കട്ടെ. ഇപ്പൊ കേസാക്കിയാൽ തന്നെ അവന്റെ ഇൻഫ്ലുവൻസ് വഴി അവന് പേര് കിട്ടും. അതുകൊണ്ട് പ്രൊസീജിയറിലൊന്നും വലിയ കാര്യമില്ല. അല്ലേലും അവനെ ജയിലിലാക്കിയിട്ട് എന്ത് ചെയ്യാനാ? പിന്നെ ഇത് വെറും സാമ്പിൾ. അവൻ ജീവനോടുള്ളപ്പോ തന്നെ എല്ലാം അവനിൽ നിന്ന് തകർന്നു പോകുന്നത് എനിക്ക് കാണണം. ഇത്ര നാളും അവനൊരു വീക്ക്നെസ് ഇല്ലായിരുന്നു, അതായിരുന്നു അവന്റെ സ്ട്രെങ്ത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നിക്ക്, നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാനെന്താ പറഞ്ഞു വരുന്നേന്ന് നിനക്ക് പതിയെ മനസ്സിലാവും. മാർട്ടിൻ, ഇറ്റ്സ് ജസ്റ്റ് ദി ബിഗിനിങ്. ഇത്ര നാളും ചെയ്തതുപോലെ അല്ല. അവൻ പോലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളായിരിക്കും ഇനി അവൻ നേരിടാൻ പോകുന്നത്. അവന് തീർച്ചയായും ഇത് ഇഷ്ടാകും. എന്താടോ ഈ പറയുന്നേ? ശരി, വെക്ക്. എന്താടാ? ഏജെ കണ്ടെയ്നർ തൂക്കി കസ്റ്റംസുകാർ സീസ് ചെയ്തു. വാട്ട്? അതേടാ, ആരും ഒറ്റയിതാകാനേ വഴിയുള്ളൂ. അതൊരു ഷിപ്മെന്റ് ഡീറ്റെയിൽസ് എങ്ങനെ? അറിഞ്ഞൂടാ. കെയർഫുൾ ആയിരിക്കണമെന്ന് നിനക്കറിയില്ല ജോയി. എടാ, ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യണേ. ഉറപ്പാ ഏതവനോ ഇടയ്ക്കേറി കളിക്കുന്നുണ്ട്. നിന്നോടിപ്പോ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേക്കോ. എല്ലാവർക്കും ഈ ഏജയുടെ നാശാ കാണേണ്ടത്. എന്നാ കാണിച്ചു കൊടുത്തേക്കാം. 1AJL 7713. ഇത് താങ്കളുടെ കണ്ടെയ്നർ അല്ലേ? അതെ. ഓക്കെ, തന്റെ പേരെന്താ? AJ. തന്റെ ചെല്ലപ്പേരല്ല ഞാൻ ചോദിച്ചേ. തന്റെ തന്തയെന്നുള്ള ഒരു പേരിട്ടിട്ടുണ്ടാവുമല്ലോ, അതെന്താന്ന്? ആർലോ ജാസ്പർ. ഇല്ലീഗൽ വെപ്പൺസ്. കാര്യങ്ങളുടെ ദൂരം അറിയാലോ? അറിയാം. ഞങ്ങള് കേസൊന്നും ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തേ, പേടിയാണോ? ഡാ, നീ എവിടെ ഇരിക്കണേന്ന് ഓർമ്മ വേണം. കൂടുതൽ ഓവർ സ്മാർട്ട് ആക്കിയാ തൂക്കെടുത്ത് അകത്തിടും. അതിന് നീ ഒന്നുകൂടെ നിന്റെ തള്ളട വയറ്റിന്ന് വരേണ്ടി വരും. മിസ്റ്റർ ആർലോ ജാസ്പർ, ഇല്ലീഗൽ വെപ്പൺ ട്രാഫിക്കിംഗ്. കസ്റ്റംസുകാരെ സീസ് ചെയ്ത് പിടിച്ചു. ഇൻട്രോഗേഷൻ സമയത്ത് കുറ്റവാളി ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോ ഷൂട്ട് ചെയ്ത് കൊന്നു. അത് തന്നെ ധാരാളമാണ്. അതുകൊണ്ട് മര്യാദ പാലിക്കുക. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ? എന്നാ ട്രിഗർ ഒന്ന് വലിച്ച് ഞാനൊന്ന് കാണട്ടെ. ഡോ, എന്നെ വെറുതെ നിർത്തടാ. നീ നിയമാനുസരിക്കാനല്ല ഇതൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഏതവന്റെ പിൻബലത്തിലിരുന്ന് എന്നോട് വായ്ത്താളം അടിച്ചാലുണ്ടല്ലോ, പറയുന്നതിന്റെ 2ാം പക്കം നിന്റെ ശകാൻകർവിൽ പൊങ്ങും. എന്താ മോനെ, പേടിച്ചെന്ന് തോന്നുന്നു. സീസ് ചെയ്ത സ്ഥിതിക്ക് കണ്ടെയ്നറിലേക്ക് തിരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ടും കാര്യമില്ല. സോ ഐ ആം ലീവിങ്. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യ്. ഞാൻ ഇടയ്ക്ക് തന്നെ കാണും. So Joey, what's the next phase? സിറ്റുവേഷൻ അത്ര മോശമല്ലാറല്ലോ. ഡയറക്റ്റ് എവിഡൻസ് ഒന്നും ഇവരുടെ കയ്യിലില്ല. അതുകൊണ്ട് കസ്റ്റംസിന് ഷിപ്മെന്റ് സീസ് ചെയ്യാൻ മാത്രമേ കഴിയൂ. കാർഗോ തിരിച്ചിട്ടില്ല, പക്ഷെ നിന്നെ ഡയറക്റ്റ് കസ്റ്റഡിയിൽ എടുക്കാൻ അവർക്ക് പറ്റില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവർ ടെമ്പററി ഡിറ്റൻഷൻ പാസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആൻവർ ഫെഡറൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നീ ഒഫീഷ്യലായി ഹാജരാകണം. അതിനുശേഷം പ്രൊസീജിയർ അനുസരിച്ച് മാക്സിമം ഒരു രാത്രി ജുഡീഷ്യൽ റിമാൻഡിൽ വെക്കും. അതിനുശേഷം ലോയറിനെ കണ്ടിട്ട് നാളെ രാവിലെ തന്നെ ബെയിൽ പാസ്സാക്കിയാൽ പ്രൊസീജിയർ ക്ലോസ് ആവും. ടെക്നിക്കലി അതാണ് ചെയ്യാറ്. പക്ഷെ നമുക്കതിന്റെ ആവശ്യമില്ല. ഞാനിപ്പോ തന്നെ ലോയറിനെ വെച്ച് മൂവ് ചെയ്യാം. റിമാൻഡ് അവോയ്ഡ് ചെയ്യാം. വേണ്ട,
ഏജെ, റിമാൻഡ് ഒന്നും അവോയ്ഡ് ചെയ്യണ്ട. കാര്യങ്ങൾ അതിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ. എടാ, അതിന്റെ ആവശ്യമുണ്ടോ? എന്നും കൊട്ടാരത്തിൽ മാത്രം ഇറങ്ങിയാ പോരല്ലോ, ഇടയ്ക്ക് സിമ്പിളൊക്കെ ആവണ്ടേ. എന്തു പറ്റിയാലോ മുഖത്തിനൊരു വൈക്ലഭ്യം? വന്ന് വന്ന് ബിസിനസ്സിൽ വൻ തകർച്ചകളാണെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഞാൻ ഊഹിച്ച മുഖം തന്നെയാ. നീ ഊഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് നിനക്ക് സംഭവിക്കുന്നത്. ഓ ആയിക്കോട്ടെ, ഇല്ലാത്തവനുള്ളവനെ കാണുമ്പോൾ ചൊറയാൻ തോന്നും, സ്വാഭാവികം. പക്ഷേ തിരിച്ച് മാന്തി കിട്ടാതെ നോക്കണം, നിന്റെ അപ്പനെ സംഭവിച്ച പോലെ. എണ്ണി വെച്ചേക്കുവാടാ, എല്ലാത്തിനും ഞാൻ പകരം വിട്ടു. ഇന്നേ വരെ ഒരു കണ്ടെയ്നർ പോലും നിനക്ക് നഷ്ടം വന്നിട്ടില്ല. ഇപ്പൊ നിനക്ക് നഷ്ടം 20 മില്യൺ. തുടക്കത്തിലെ ഹൈ എമൗണ്ട് ആണല്ലോടാ. എന്തായാലും നിന്റെ ഇലക്ഷൻ പൊട്ടിയതിന്റെ അത്രയൊന്നുമില്ല. അതാണ് വൻ പൈസ നഷ്ടം പ്ലസ് നാണക്കേട്, അല്ലയോടാ? അതെ. ഇങ്ങനെ നോക്കല്ലേ, കണ്ണൂരിന്റെ താഴെ വീഴും. അപ്പൊ നീ ഇരുന്ന് പ്ലാൻ ചെയ്. വേറെ പണിയൊന്നുമില്ലല്ലോ. ഞാൻ പോട്ടെ, എനിക്ക് ചെയ്തു തീർക്കാൻ കുറേ ഉണ്ട്. അപ്പൊ ശരി. വരുന്നു, മാസാവാൻ നോക്കുന്നു, അവസാനം 6 ആസാക്കി വിടുന്നു. റിപ്പീറ്റ്. ഇയാൾക്ക് ബോറടിക്കുന്നില്ലേ? എന്തായാലും അവൻ വഴങ്ങിയില്ല. താൻ 2 വിരട്ടിയാ പേടിക്കാതെ തന്റെ മോനല്ല. ഈ സിറ്റി ഇപ്പൊ അവന്റെ കയ്യില്. അതാണ് അവന്റെ അഹങ്കാരം. അതില്ലാതാവണം. ഇനി അങ്ങോട്ട് നിനക്ക് ശനിദിശയാണ് മോനെ. ഞാൻ പൊക്കോളാം, നീ പോയി ബാക്കി കാര്യങ്ങൾ നോക്ക്. ലോയറിനെ കണ്ട് പേപ്പർ വർക്കും മാനിഫെസ്റ്റോ എല്ലാം തയ്യാറാക്ക്. ശരിടാ. അല്ല, അപ്പൊ വീട്ടിലെന്തു പറയും? ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. എടാ, റിച്ചാർഡിന്റെ കാര്യം? അവന്റെ കാര്യം കൂടെ ചേർത്താ പറഞ്ഞ്. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഒരു ദിവസങ്ങളിൽ ശല്യമില്ലെന്ന് കരുതിക്കോട്ടെ. ഓ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവനെയും പൂർണ്ണമായി കുറ്റം പറയാൻ പറ്റില്ല. എപ്പോഴും ജയിച്ചു നിൽക്കുന്നതിനേക്കാൾ ശത്രുക്കളുടെ മുന്നിൽ നമ്മൾ തോറ്റുപോയെന്ന് കാണിക്കുന്നത് ചിലപ്പോൾ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് മാറാം. കാരണം പിന്നീട് തിരിച്ചടിക്കുമ്പോൾ അതിന്റെ വേദന ഇരട്ടിയാകും. എടാ, ഇയാളിപ്പോ ഡിസ്കഷൻ ആണോ നടത്തുന്നത്, അതോ പുതിയ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് വായിക്കുന്നതാണോ? അത് തന്നെ. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ വയലിൻ മ്യൂസിക് കൂടെ വന്ന കംപ്ലീറ്റ് സീരിയൽ ആയത്. ഒരു മിനിറ്റ് ജോയി. എടാ, നാണമില്ലാത്തവന്മാരെ. എന്തോ പണിയൊന്നുമില്ലെങ്കിൽ പോയി അടുക്കളയിലെ പെണ്ണുങ്ങളെ സഹായിക്കണേടാ. എന്റെ പിന്നാമ്പുറത്ത് നിന്ന് എന്നെ കുറ്റം പറയണം. ഇയാൾക്ക് പുറകിലും കണ്ണുണ്ടോ? എന്താ? എന്റെ പൊന്നോ ഒന്നുമില്ല, ഞങ്ങള് പോയി. എന്തായാലും നാളെ തന്നെ ബെയില് കിട്ടും. അതൊന്നും എനിക്ക് വലിയ കാര്യമല്ല മോനെ. എനിക്ക് അറിഞ്ഞൂടെ അവനെ. എന്നാ ഞാനങ്ങോട്ട്. ഓ ആയിക്കോട്ടെ. ആർലോ ഇവിടെ? അത് റിച്ചാർഡ്, ഒരു ദിവസത്തെ കാര്യമുള്ളൂ, നീ ടെൻഷൻ ആവണ്ട. എന്നാ ഞാൻ ഇറങ്ങുക. നിൽക്ക്, ഞാനും വരാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് ലേസ്റ്റ് ബോധത്തെ. ആർക്ക് ലേസ്റ്റ് ബോധേഡ്? ഇത്ര സീരിയസ് ആയൊരു കാര്യം നിങ്ങൾക്ക് എങ്ങനെ ഇത്ര നിസ്സാരമായി കാണാൻ പറ്റുന്നേ? എടാ, നീ വിചാരിക്കുന്നത്ര സീരിയസ്നെസ് ഒന്നും ഇല്ല. കേൾക്കുമ്പോ തോന്നുന്ന വലുപ്പം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അത് വലിയ കാര്യമായിരിക്കില്ല, പക്ഷെ ഇത് എന്നെ ബോധർ ചെയ്യുന്ന കാര്യമാണ്. ബിക്കോസ് ഹീസ് മൈ ഹസ്ബൻഡ്. നാട് നീളെ ശത്രുക്കൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? അവരെന്തെങ്കിലും ചെയ്താലോ? റിച്ചാർഡ്, അത് ഏജയാണ്. ഏജയായോണ്ട് മനുഷ്യനല്ലേ? മോനെ ജൂയി, നീ പൊക്കോ. ഇവന്റെ വേവലാതി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇവനെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ഫൈനലി യു ആർ ബാക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു 1 ഡേ ജയിൽവാസം? ഭയങ്കര കൊതുകടിയായിരുന്നു. അപ്പൊ നേരെ വീട്ടിലോട്ടാണോ അതോ ഓഫീസിലോട്ടാണോ? വീട്ടിൽ പോയിട്ട് ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല, സോ ഓഫീസിലോട്ട് വണ്ടി എടുക്കുക. അല്ല, വീട്ടിൽ ചില ആളുകളൊക്കെ നന്നായി ടെൻഷൻ അടിച്ചിരിപ്പുണ്ട്. വേണേ ഒന്ന് മുഖം കാണിക്കാം. വാട്ട് ഡു യു മീൻ? എനിക്കറിയില്ല. ഞാനും ഒന്ന് സർപ്രൈസ് ആയി. തന്റെ സ്നേഹനിധിയായ ഹസ്ബൻഡ് ഒരു ദിവസം ജയിലിൽ കിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോ അവിടെ നിൽക്കാൻ പറ്റാതെ എന്റെ കൂടെ ഇറങ്ങി വരാൻ വരെ നിന്നായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഗ്രാൻഡ് മുളയിലേ നുള്ളിക്കളഞ്ഞു. ആര്? റിച്ചാർഡോ?
എന്റെ അറിവ് നിനക്ക് വേറെ ഹസ്ബൻഡൊന്നും ഇല്ലല്ലോ. ശരിക്കും അവൻ ടെൻഷൻ അടിച്ചു? സത്യണ്ടാ, ഞാനൊന്ന് ഞെട്ടിയായിരുന്നു. നീ റിമാൻഡിലാണെന്ന് കേട്ടപ്പോ അവന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. നീ വീട്ടിലോട്ട് വണ്ടി എടുക്ക്. അപ്പൊ ഓഫീസിൽ പോവണ്ടേ? അത് പിന്നെ പോകാം, ഞാൻ ഇതുവരെ ഫ്രഷ് ആയിട്ടില്ല. വീട്ടിൽ പോയി ഫ്രഷ് ആകണം. ഓ അങ്ങനെ, ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? വണ്ടി എടുക്കടാ. റിച്ചാർഡ്, ഹലോ, നോക്കട്ടെ, ഒരു ദേഹോപദ്രവം വല്ലതും ചെയ്തോ? റിച്ചി, എനിക്കൊന്നും പറ്റിയിട്ടില്ലടാ. ഇനി വാ. എന്റെ പൊന്ന് പേടിച്ചു പോയോ? അത് എന്റെ ലൈഫിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാ, അല്ലാതെ വേറൊന്നുമില്ല. എന്നെ ആരെന്ത് ചെയ്യാനാ പൊന്നെ? താങ്കളുടെ ഹസ്ബൻഡ് ആരാണെന്ന് ഇടയ്ക്കിടയ്ക്ക് താങ്കൾ മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെ, ചിരിക്കണ്ട. എല്ലായ്പ്പോഴും ജയിക്കാൻ കഴിയുമെന്നുള്ള തോന്നാൻ നല്ലതല്ല. അങ്ങനെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. ഹേ ഡാർലിംഗ്, മരിക്കാതെ ഇമ്മോർട്ടലായി ജീവിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. ജനിച്ച ഒരു നാൾ മരിക്കേണ്ടി വരും. പക്ഷേ അതേത് വിധത്തിലാവണമെന്ന് ഞാൻ തീരുമാനിക്കും. അത്രേ ഉള്ളൂ. ഓ, ഡയലോഗ് കഴിഞ്ഞു? ഡയലോഗ് കഴിഞ്ഞു. ഇനി വേണേൽ പ്രാക്ടിക്കൽ ആവാം. ഒയ്യ, അങ്ങോട്ട് മാറി നിൽക്ക്. നാറിയിട്ട് പാടില്ല. പോയി കുളിക്കും. ഓക്കെ മൈ ഡിയർ ഹസ്ബൻഡ്. കൂട്ടിന് വരുന്നു. തന്നെ പോയിട്ട് കുളിച്ചാൽ മതി. എന്റെ കുളിയൊക്കെ രാവിലെ കഴിഞ്ഞതാ. മോശമായി പോയി. ഹലോ എടാ, വൈകുന്നേരം ഞങ്ങൾ പുറത്തു പോകുന്നുണ്ട്. നീ വരുന്നോ? അത് സിറ്റുവേഷൻ അനുസരിച്ചിരിക്കൂടാ, നോക്കാം. റിച്ചി, എന്തോ? എടാ, ഞാൻ വൈകുന്നേരം കോളാക്കാം. നീ വേ. എന്താ? അവിടെ ഇരിക്കുന്ന ടവൽ എടുത്തേ. ഓ ഇയാള് എന്നാ. ഹേ, പേടിച്ചു പോയോ? ഓ, ഞാൻ ഊഹിച്ചു ഇതിനായിരിക്കുമെന്ന്. ശരിക്കും പിന്നല്ലാണ്ട് ഇങ്ങനെ ചീപ്പ് റൊമാൻസ് ഒക്കെ തന്നെ കൊണ്ട് ചെയ്യാനേ പറ്റൂ. ചീപ്പ്? എങ്ങനെയാണോ ഇതൊക്കെ സാധിക്കുന്നേ? ജോലി ചെയ്യണം, ആൾക്കാരെ കൊല്ലാൻ പോകണം, അതിന്റെ ഇടയിൽ ജയിലിൽ പോയി കിടക്കണം. ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനൊക്കെ റൊമാൻസ് പഠിക്കാൻ സമയം എവിടെ നിന്ന് കിട്ടുന്നു? ഇനി പ്രത്യേക ട്യൂഷന് വല്ലതും പോകുന്നുണ്ടോ? ഓ, അപ്പൊ ഞാൻ ചെയ്യുന്നത് ചീപ്പാണല്ലേ? യാ, ഓഫ് കോഴ്സ്. അതെ, നീ ഒരു ചെറിയ ചെറുക്കനായതുകൊണ്ടാണ് ഞാൻ സിമ്പിളില് പഠിക്കുന്നത്. വെറുതെ എന്നെ ട്രിഗർ ചെയ്യരുത്. അത് ചിലപ്പോ നിനക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഓ അങ്ങനെയാണോ? പക്ഷേ എനിക്കതൊരു മാറ്ററേ അല്ല. ആയുഷ്, യെസ്. വേണേൽ ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിർത്തുമെന്ന് കരുതരുത്. ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നത് വരെ നിർത്തേണ്ട ആവശ്യമില്ല. ഇവന് വരാൻ കണ്ടൊരു നേരം. പോയി നോക്ക്, അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വരും. ഇതിവിടെ തീർന്നില്ല. അതിന് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ വന്നിട്ട് തരാം. ഇതെന്ത് കോലം? നീ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ഭരതനാട്യം കളിക്കായിരുന്നു. ഈ കോലത്തിലോ? ഇതാണിപ്പോ ട്രെൻഡ്. മനുഷ്യനെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. തൂണ് പോലെ നിൽക്കാതെ വന്ന കാര്യം പറ. അത് പിന്നെ ഗ്രാൻഡ് നിന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന്. താഴേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ വന്നോളാം. വേഗം വരണേ. ഇങ്ങനെ വന്നാ മതിയോ?
അയ്യോ അല്ല, തുണി ഇട്ടിട്ട് സാവധാനം വന്നാ മതി. അതല്ലേ ഞാൻ വരാന്ന് പറഞ്ഞത്. ഹോ, ഞാൻ വന്നത് റോങ് ടൈമിലാണെന്ന് തോന്നുന്നു. നീ വന്നോ, ഇരിക്കെ. ഏജെ, ഇപ്പൊ നടക്കുന്നതൊന്നും സ്വാഭാവികമായ കാര്യങ്ങളല്ലെന്ന് നിനക്കറിയാലോ. അറിയാൻ ഗ്രാൻഡ്പ, ഒരു കമ്പനി നടത്തുന്നത് അത്ര എളുപ്പമല്ല. എസ്പെഷ്യലി നമ്മൾ നടത്തുന്ന ബിസിനസ്. എവറി മൂവ് ഹാസ് എ കോൺസിക്വൻസസ്. പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ വിജയം. ഐ നോ ഗ്രാൻഡ്പ, നമ്മുടെ കൂട്ടത്തിലെ റാറ്റിനെ കണ്ടെത്തിയില്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും. ഇന്നത്തെ ഷിപ്മെന്റ് ലീക്ക് വെറും ഒരു ബിഗിനിങ് ആയിരിക്കാം. ഇതിന്റെ പിന്നിൽ നിക്കോളസ് ആണെന്നും നമ്മളും അവനും തമ്മിൽ ശത്രുക്കളാണെന്ന് ഇവിടെയുള്ള ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം. പക്ഷെ ഒരു കാര്യം നീ മറക്കരുത്, അവന്റെ ടാർഗറ്റ് നീ മാത്രമല്ല. വർഷങ്ങളായി അവന് നമ്മളോട് പകയുണ്ട്. അവൻ ആഗ്രഹിക്കുന്നത് നിന്റെ തകർച്ച മാത്രമല്ല, നമ്മുടെ മുഴുവൻ കുടുംബത്തിന്റെയും തകർച്ചയാണ്. പക്ഷെ ഈ കുടുംബത്തെ തൊടണമെങ്കിൽ ആദ്യം നീ വീക്കായാലേ പറ്റൂ എന്നവനറിയാം. അതുകൊണ്ട് നീ വളരെ കെയർഫുൾ ആയിരിക്കണം. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗ്രാൻഡ്പ. പക്ഷെ ഒരു കാര്യം എനിക്ക് ക്ലിയർ ആയി. ഇത്ര നാൾ നിക്കോളാസ് റിയാക്ട് ചെയ്തതുപോലെ അല്ല ഇപ്പോൾ. ദ വേ ഹീസ് മൂവിങ്, ദ വേ ഹീസ് പ്ലാനിങ്, അതിന് വ്യത്യാസമുണ്ട്. ഐ തിങ്ക് someone is behind him. Behind him? യെസ് ഗ്രാൻഡ്പ, എനിക്ക് ഉറപ്പാണ്. ഇത് നിക്കോളസിന്റെ ബുദ്ധി മാത്രമല്ല, അവന്റെ പിന്നിൽ നിന്ന് വേറെ ആരോ കളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരോ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ പേഴ്സൺ വി നീഡ് ടു ഫൈൻഡ്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിനക്കറിയാമല്ലോ. ആൻഡ് വൺ മോർ തിങ്, ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. നെവർ ട്രസ്റ്റ് എനിവൺ ബ്ലൈൻഡ്ലി. കണ്ണടച്ച് ആരും വിശ്വസിക്കാൻ പാടില്ല. അതിപ്പോ നിന്നെ ജനിപ്പിച്ച തന്തയാണെങ്കിൽ പോലും. എടോ അലോഷി. യെസ് ബോസ്. ഇതെന്താടോ എല്ലാരും മരിച്ചു വീട്ടിയിരിക്കുന്ന പോലെ? അത് പിന്നെ ബോസ്, നമ്മുടെ കമ്പനിയിൽ ഇങ്ങനൊരു ഇൻസിഡന്റ് ഫസ്റ്റ് ടൈം അല്ലേ. പോരാത്തതിന് ഈ ഷിപ്മെന്റ് ഇഷ്യൂ കാരണം വലിയ ലോസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ടെൻഷനാണ് ബോസ്. ആവശ്യത്തിനുള്ള ടെൻഷൻ ഞാൻ അടിക്കുന്നുണ്ട്. നിങ്ങൾ കൂടെ വേണമെന്നില്ല. മര്യാദയ്ക്ക് പണിയെടുക്കാൻ പറയല്ല അതിനോടും, അല്ലെ എന്റെ കൈക്ക് പണിയാകും. ഓക്കെ ബോസ്. ഷിപ്മെന്റ് ഡീറ്റെയിൽസ് ആരൊക്കെയോട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലേ? ചെക്ക് ചെയ്തു ബോസ്. സിസ്റ്റം ലോഗ് പ്രകാരം ആ ഫയൽ ആക്സസ് ചെയ്തത് ബോസും ജൂയി സാറും മാത്രമാണ്. വേറെ ആരുടെ ആക്സസ് റെക്കോർഡ് ഇല്ല. ഞാൻ പേഴ്സണലി വെരിഫൈ ചെയ്തതാണ്. ഏജെ, നീ പൊക്കോ. ഓക്കെ ബോസ്. നീ എപ്പോഴാ വന്നേ? ഇപ്പൊ വന്നേ ഉള്ളൂ. ചെന്നപ്പോ കിട്ടിയേണ്ട റിയാക്ഷൻ എന്തായിരുന്നു? ചിരി കണ്ടാൽ അറിയാം മോനെ, എന്തൊക്കെയോ വലുത് സംഭവിച്ചിട്ടുണ്ട്. പോടാ. എനിവേ, ഷിപ്മെന്റ് ഡീറ്റെയിൽസ് വേറെ ആരും ആക്സസ് ചെയ്തിട്ടില്ല. എന്ന് പറയുമ്പോ ലീക്ക് ഡയറക്റ്റ് ഫയൽ ആക്സസ് വഴി സംഭവിച്ചതല്ല. ആരെങ്കിലും വഴി ഇൻഫോർമേഷൻ പാസ് ആയിട്ടുണ്ടാകണം. അത് ശരിയാണ്. പിന്നെ നീ പറഞ്ഞ കാര്യം ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തു. എംപ്ലോയീസിന്റെ എല്ലാം പേഴ്സണൽ ഡീറ്റെയിൽസും ബാക്ക്ഗ്രൗണ്ടും ഞാൻ റീചെക്ക് ചെയ്ത് നോക്കി. എല്ലാം ഓക്കെ ആണ്. അസാധാരണമായ ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. എന്താടാ? ഏയ് ഒന്നുമില്ല. എന്നാ ഞാൻ ഇറങ്ങുക. എങ്ങോട്ട്? ഒരാളെ കാണാനുണ്ട്. ആരെ? ഒരു ഫ്രണ്ടിനെ. നിനക്കറിയത്തില്ല. എനിക്കറിയാത്ത ഏത് ഫ്രണ്ട്? അതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വൈകുന്നേരം കാണില്ല, അതൂടെ പറയാനാ ഞാൻ വന്നേ. അപ്പൊ ബൈ. ഇത് ബോസ്. സിസ്റ്റം ലോഗ് പ്രകാരം ആ ഫയൽ ആക്സസ് ചെയ്തത് ബോസും ജൂയി സാറും മാത്രമാണ്. കണ്ണടച്ച് ആരും വിശ്വസിക്കാൻ പാടില്ല. അതിപ്പോ നിന്നെ ജനിപ്പിച്ച തന്തയാണെങ്കിൽ പോലും. അങ്ങനൊന്നും ആയിരിക്കില്ല. നെവർ ട്രസ്റ്റ് എനിവൺ ബ്ലൈൻഡ്ലി. അലോഷി. യെസ് ബോസ്. കണ്ടെയ്നർ ലോഡ് ചെയ്തത് മുതൽ എക്സ്പോർട്ട് ചെയ്ത ആ ടൈം പീരീഡിലെ ജൂയിയുടെ മുഴുവൻ കോൾ റെക്കോർഡ്സും എനിക്ക് വേണം. ബോസ്, ജൂയി സാറിന്റെ ഐ സെഡ് ഐ നീഡ് ദം. ആ ടൈം പീരീഡിൽ outgoing, incoming, unknown numbers, everything, without missing a single details. Okay, boss. Joey, are you the rat behind this?